ലെറ്റർ കൊടുക്കണ്ടേ അമ്മേ? വേണ്ട മോനെ, അച്ഛന്റെ ശവദാഹത്തിന് മോന്റെ സാറും വന്നിരുന്നല്ലേ, അവർക്കൊക്കെ വിവരം അറിയാം. സ്കൂൾ വിട്ട് കളിക്കാൻ നിൽക്കാതെ നേരെ ഇനി പോരണം. അമ്മ തനിച്ചല്ലേ ഉള്ളൂ, ഞാൻ ഓടി വരാം അമ്മേ. ക്ഷമിക്കണം. എന്തു വേണം? ആരമ്മ ഇത്? എന്റെ പേര് മോഹൻ. നമ്മുടെ അച്ഛനെ കൊന്നത് ഇയാളാണോ അമ്മേ? ആണോ അമ്മേ? അല്ല മോനെ. പിന്നെ ഇതാരാ? ഞാൻ പറഞ്ഞാ മതിയോ? അങ്കിൾ, മോന്റെ അമ്മയുടെ സഹോദരൻ. മോന്റെ പേരെന്താ? അണ്ണൻ. നല്ല പേര്. ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ അമ്മേ? ഇരിക്കൂ. വേണ്ട. കുട്ടിയോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. സംശയം തോന്നാൻ കാര്യം? പോലീസ് സ്റ്റേഷനിൽ വെച്ചും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു. ഇപ്പോഴിങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. മിസ്റ്റർ ശ്രീധരന്റെ കൊലപാതകത്തിൽ എല്ലാവരും എന്നെ സംശയിക്കുന്നു. പക്ഷെ നിങ്ങൾ മാത്രം അങ്ങനെയല്ല. എന്താ കാര്യം? എന്റെ അമ്മയും അമ്മാവനും പോലും എന്നെ സംശയിക്കുന്നു. പക്ഷെ നിങ്ങൾ സംശയിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. കൊന്നത് നിങ്ങളായിരുന്നെങ്കിൽ ശ്രീയേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന പണവും അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഞാൻ പണം എടുക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? കൊന്നത് നിങ്ങളാണെങ്കിൽ കൊല്ലാനുള്ള പ്രേരണ പണമായിരിക്കോ? ആയിരിക്കില്ലെന്നുള്ള സത്യമല്ലേ? ഇതൊരു തെറ്റായ ധാരണ ആയിക്കൂടുന്നില്ല. ഏതായാലും മറിച്ചൊന്നും തോന്നുന്നില്ല. ധാരണ തെറ്റിയിട്ടില്ല സഹോദരി. കൊന്നത് ഞാനല്ല. ആരാണെന്നൊട്ട് അറിയുകയില്ല. ഏതായാലും എന്നെ മനസ്സിലാക്കിയ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ ലോകത്ത്. പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ആകാം എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതേസമയം ബെല്ലും ബ്രേക്കുമില്ലാതെ ഊമങ്കലത്തെ മോഹൻ വെളിച്ചപ്പാടുകൾ പോലെ കത്തിയുമായി നടക്കുകയാണ്. അവന്റെ നേരെ നോക്കുന്നവരെ എല്ലാം അവൻ കൊത്തും. നാട്ടുകാരെ, ഈ ഭയാനകമായ ചുറ്റുപാടിൽ നിന്നും രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഓരോ കൊച്ചുപിച്ചാത്തി മേടിക്കണം. അതെപ്പോഴും നിങ്ങളുടെ അരഞ്ഞാണ ചരട് പോലെ നിങ്ങളുടെ അരയിലുണ്ടായിരിക്കണം. മോഹൻ കത്തിയെടുത്താൽ നിങ്ങളും കൊച്ചുപിച്ചാത്തി എടുക്കണം. ജീവനിൽ കൊതിയുള്ള മോഹൻ നിങ്ങളുടെ കത്തി കണ്ട് പേടിച്ചു വിരണ്ടോടും. നിങ്ങൾ നിർഭയരായിരിക്കണം, ചങ്കൂറ്റമുള്ളവരായിരിക്കണം. ഞാൻ നല്ലവളല്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് കുഞ്ഞു ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കും ഒരു മനസാക്ഷിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞിന്റെ ഭർത്താവിനെ കൊന്നത് മോഹൻ സാറാ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കുഞ്ഞിനെ കല്യാണം ചെയ്യണമെന്ന് മോഹൻ സാറിന് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോ ഒരു ദിവസമെങ്കിലും കുഞ്ഞിന്റെ കൂട്ടത്തിൽ കഴിയുമെന്ന് എന്നോട് പന്തായം കെട്ടിയതാ. സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മോഹൻ സാർ ഒരുപാട് കാശ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ കൈക്കലാക്കാൻ നോക്കുന്ന ദുഷ്ടനാ കുഞ്ഞെ അയാള്. അയാൾ ഇവിടെ വരുന്നത് കുഞ്ഞിനെ ചതിക്കാനാ. കാര്യം സാധിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാനെന്ന ഭാവത്തിൽ അയാൾ പറ്റിക്കൂടും. അതുകൊണ്ട് സൂക്ഷിക്കണം കുഞ്ഞെ. വരട്ടെ.
ഞാൻ നല്ലവളല്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഞാൻ പറയുന്നത് കുഞ്ഞ് ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കും ഒരു മനസാക്ഷിയുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുഞ്ഞിന്റെ ഭർത്താവിനെ കൊന്നത് മോഹൻ സാറാ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? കുഞ്ഞിനെ കല്യാണം ചെയ്യണമെന്ന് മോഹൻ സാറിന് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ വന്നപ്പോ ഒരു ദിവസമെങ്കിലും കുഞ്ഞിന്റെ കൂട്ടത്തിൽ കഴിയുമെന്ന് എന്നോട് പന്തായം കെട്ടിയതാ. സത്യമാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മോഹൻ സാർ ഒരുപാട് കാശ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഭർത്താവിനെ കൊന്നിട്ട് ഭാര്യയെ കൈക്കലാക്കാൻ നോക്കുന്ന ദുഷ്ടനാ കുഞ്ഞി അയാള്. അയാൾ ഇവിടെ വരുന്നത് കുഞ്ഞിനെ ചതിക്കാനാ. കാര്യം സാധിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാനെന്ന ഭാവത്തിൽ അയാൾ പറ്റിക്കൂടും. അതുകൊണ്ട് സൂക്ഷിക്കണം കുഞ്ഞെ. വരട്ടെ. ഇത് വാങ്ങിക്കുക അണ്ണ. അങ്കിളല്ലേ തരുന്നത്? എനിക്ക് വേണ്ട. മോൻ അച്ഛനില്ലാത്തതുകൊണ്ട് അങ്കിള് വാങ്ങി തരുന്നതല്ലേ. വാങ്ങിക്കേ. ഇതെവിടുന്നാ കണ്ണ? ഞാൻ സ്കൂളിൽ വരുമ്പോ അങ്കിൾ തന്നതാ. മോൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. വല്ലൂരൊക്കെ തരുന്ന എന്തിനു വാങ്ങുന്നേ? വല്ലൂരും ആണോ? അങ്കിളല്ലേ അമ്മേ? ആരായാലും തിരക്കേടില്ല. ഈ സ്വഭാവം നന്നില്ല മോനെ. നാളെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു കൊടുത്തേക്കണം. അങ്കിൾ തന്നാ വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞോ? ആരോടും വാങ്ങരുതെന്ന് പറഞ്ഞു. ശരി, കണ്ണം വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കണ്ണൻ ഇത് തിരിച്ചുകൊണ്ട് തന്നു. വാങ്ങിയതിന് അമ്മ വഴക്ക് പറഞ്ഞത്രേ. സത്യമാണോ? മുമ്പ് ഉടുപ്പ് മാറ്. എന്താ നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യമോ? എനിക്കില്ലാത്തത് അതൊന്നു മാത്രമാണ്. നിങ്ങളിവിടെ വരുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. അത് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യം പറഞ്ഞ് എന്നെ ക്ഷീണിപ്പിക്കരുത്. അത് നടക്കാതെ പോയതിന്റെ പ്രതികാരത്തിന് ഒരു ദിവസമെങ്കിലും എന്നെ നിങ്ങളുടെ ഭാര്യയാക്കുമെന്ന് പന്തയം കിട്ടിയിരുന്നില്ലേ? സത്യമല്ലേ? ഇതാര് പറഞ്ഞു? സത്യമാണോന്നാണ് ഞാൻ ചോദിച്ചത്. രാധിക, ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ ഞാനെന്ന് പറഞ്ഞാൽ വിശദീകരണം വേണ്ട. സത്യമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. സത്യമാണ്. ഞാനും ശ്രീയേട്ടനും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നെന്ന് നിങ്ങൾക്കറിയാലോ. ശ്രീയേട്ടൻ മരിച്ച അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി എനിക്ക് മൊഴി കൊടുക്കാമായിരുന്നു. പക്ഷേ എന്റെ മൊഴി കൊണ്ടെങ്കിലും നിങ്ങളൊരു മനുഷ്യനായി തീരുമെന്ന് ഞാൻ കരുതി. അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്റെ ശരീരമല്ലേ വേണ്ടത്? അനുഭവിച്ചോളൂ, അനുഭവിച്ചോളൂ. എന്ത് പറഞ്ഞടി? എന്ത് പറഞ്ഞെന്നാ ചോദിച്ചേ? അച്ഛനില്ലാത്ത എന്റെ കുഞ്ഞുമായി ഇവിടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഇനി എനിക്ക് മോചനമില്ലേ ദൈവമേ. തെറ്റുകൾ മാത്രം ചെയ്തു പോകുന്നവന് പിന്നീട് ഒരു ശരി പോലും ചെയ്യാൻ അനുവാദമില്ലേ രാധികെ? ഈ ലോകം മുഴുവൻ എന്റെ നേർക്ക് വിരൽ ചൂണ്ടി കൊലപാതകി എന്ന് വിളിച്ചപ്പം നീ മാത്രമാണ് എന്നിലെ മനുഷ്യനെ കണ്ടെത്തിയത്. എന്ന് നീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കൊലപാതകി അല്ലെന്ന് മൊഴി കൊടുത്തോ, അന്നു മുതൽ നീ എന്റെ സഹോദരിയാണ്. എന്നെ വിശ്വസിക്കൂ രാധികെ, നീ എന്റെ സഹോദരിയാണ്. എന്റെ അമ്മ പ്രസവിക്കാത്ത എന്റെ സഹോദരി. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പണക്കൊഴുപ്പും അഹങ്കാരവും കൊണ്ട്
വഴിതെറ്റി ഇരുളിൽ നടന്നവനാണ് ഞാൻ. നീ എനിക്ക് വെളിച്ചം പാർന്നു തന്നു. അനിയത്തി, ഈ സഹോദരന്റെ ഇനിയുള്ള ജീവിതം നിന്നെയും കുഞ്ഞിനെയും സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും.